പത്മ ലളിതാ സഹസ്രനാമം സീരീസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്ടവാഗ്ദേവതമാർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ വാഗ്ദേവതമാരായി. കഴിഞ്ഞ വീഡിയോയിൽ 6ാമത്തെ വാഗ്ദേവതയായ ജൈനി എന്ന ദേവതയാണ് കണ്ടത്. ഇന്ന് 7ാമത്തെ ദേവത സർവേശ്വരി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഹോൾനെസ് ഉണ്ട് അല്ലേ? സർവേശ്വരി. എന്തിൻ്റെയാണ് സർവേശ്വരി? സർവേശ്വരിയുടെ ശക്തിയും പൊരുളും അനുഗ്രഹവും എന്താണ്? അതായത് നമ്മൾ മുൻപ് വാഗ്ദേവതമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പീച്ച്, തോട്ട് എന്നിവയെ നമ്മിലേക്ക് കൂടുതൽ ക്ലാരിറ്റി തരുന്നു എന്ന് പറഞ്ഞു തുടക്കത്തിൽ. അത് വീണ്ടും ഒരു റിപ്പിറ്റേറ്റീവ് മോഡായിട്ട് സൈക്കിളായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സർവേശ്വരി അതിൻ്റെ തന്നെ മറ്റൊരു പൊരുളാണ്. അതായത് എല്ലാ തരത്തിലുള്ള മനസാ വാച കർമ്മണ ഉള്ള സ്പീച്ച്, തോട്ട് എന്നിവയെ ബാലൻസാക്കി അല്ലെങ്കിൽ ഹാർമണിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ജപിക്കാൻ പ്രേരിപ്പിക്കുക. അതായത് മാനസികമായും വാചികമായിട്ടും പ്രാവർത്തികമായിട്ടും നമ്മുടെ ജപത്തിൽ തന്നെ ആയിരിക്കണം. ഒരു നിമിഷം പോലും പുറത്ത് വേറെ ശ്രദ്ധയിലേക്ക് പോകരുത്. ഫോൺ വന്നു അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു, അതെല്ലാം വരും. അതിന് തയ്യാറായിട്ട് വേണം മാറി നിൽക്കാൻ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇടത്തിലാവണം നമ്മൾ, നിഷ്ഠ ഉണ്ടാവണം എന്നൊക്കെ മുൻപ് പറഞ്ഞത്. അതേ വാക്കിൻ്റെ അതേ പൊരുളിൻ്റെ മറ്റൊരു ആഴത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതായത് അതിനെ കൃത്യമായി സന്തുലിതാവസ്ഥയിലെത്തിക്കും, സമചിത്തതയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് സർവേശ്വരി നമ്മിലേക്ക് പ്രവർത്തിക്കുന്നത് ജപിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. അതായത് ശക്തി സന്തുലനം, തുല്യത, സിമ്പിളായിട്ട് പറഞ്ഞാൽ തുല്യത കൊണ്ടുവരും. എന്തിലാണ്? മാനസികമായി, വാചികമായി, പ്രാവർത്തികമായി. അല്ലെങ്കിൽ ചിന്തിക്കുന്നതൊന്ന്, എന്താണ്, വായിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ ജപത്തിന് ഒരു അർത്ഥവുമില്ല. അതായത് ഒരു സൈഡിൽ ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ കണ്ണുകൊണ്ട് വേറെ പലയിടത്തും ശ്രദ്ധ പോവുക. ഇതൊക്കെ മാറ്റാൻ സർവേശ്വരിയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇക്വിലിബ്രിയം കൊണ്ടുവരും, തുല്യത കൊണ്ടുവരും, ഐക്യത കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ഈ ജപത്തിലേക്ക് പൊരുത്തപ്പെടുത്തി നമ്മളെ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കും. അതായത് സമചിത്തത, സിമ്പിൾ. അപ്പോൾ നമ്മളെ എല്ലാ രീതിയിലും മനസാ വാച കർമ്മണ ഒരു ബാലൻസിൽ എത്തിക്കാൻ സർവേശ്വരി എന്ന ദേവതയാണ് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് ജപിക്കുമ്പോൾ. കാരണം അതിലാണല്ലോ നമ്മുടെ ശ്രദ്ധ. അതെങ്ങനെ കൊണ്ടുവരും? മാനസികവും വാചികവുമായ സമചിത്തത ഹാർമോണിയസ് ആയിരിക്കും. അതായത് അതൊട്ടും പ്രഷറായിരിക്കരുത്. അയ്യോ ഇവിടെ നോക്കണം, ഇവിടെ ചെയ്യണം, ഇതിലാവണം, അങ്ങനല്ല. ബാലൻസ് ആയിട്ട് കൊണ്ടുപോകും. ഹാർമോണിയസ് ആയിരിക്കും, അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കും, അങ്ങനെ പറയാം. എന്നിട്ട് അലൈൻഡ് വിത്ത് ദ കോസ്മിക് ഓർഡർ. അതാണ് കാര്യം. നമ്മുടെ ഒരു സാധാരണ മട്ടിലുള്ള മാനസികവും വാചികവും പ്രാവർത്തികമായിട്ടുള്ള പ്രവർത്തനം മാത്രമല്ല പറയുന്നത്, കോസ്മിക് ഓർഡർ എന്നാണ് പറയുന്നത്. നമ്മൾ മുൻപും പറഞ്ഞതാണ്, ഈ ജപം, ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസിയാണ്, ഒരു വൈബ്രേഷനാണ്. ആ ഫ്രീക്വൻസിയിലേക്കും വൈബ്രേഷനിലേക്കും എനർജി എത്തിച്ചേരണമെങ്കിൽ ഹാർമണി ഉണ്ടായിരിക്കണം, ഐക്യത ഉണ്ടായിരിക്കണം, ഉള്ളിലും ഉണ്ടായിരിക്കണം, പുറത്തും ഉണ്ടായിരിക്കണം. അപ്പോൾ ജപിക്കുമ്പോൾ ആ വൈബ്രേഷൻസ്, ഫ്രീക്വൻസി ഉള്ളിലും സമചിത്തത കൊണ്ടുവരും, പുറത്തും ആ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻസ്, എനർജി കോസ്മിക് ഓർഡർ, അതായത് പ്രാപഞ്ചികമായ യോജിപ്പുണ്ടാക്കും. വെറുതെ നമ്മളിവിടെ ജപിക്കുന്നു എന്നുള്ള ധാരണയിലാണ് പറയുന്നത്. വെറും പ്ലെയിനിൽ സാധാരണ രീതിയിൽ ചിന്തിച്ചാലും അതിനൊരു ഓർഡർ ഉണ്ടാവണമല്ലോ. അതായത് ആദ്യം ഇന്ന രീതിയിൽ ജപിക്കണം, ധ്യാനം കഴിയണം, അത് കഴിഞ്ഞ് അമ്മയെ പറ്റി പറയണം. അപ്പം അത് ഒരു ഓർഡറുണ്ട്. അത് നമ്മൾ കാണുന്നതിനും കേൾക്കുന്ന അപ്പുറം ഒരു ഓർഡറുണ്ട്. അതാണ് കോസ്മിക് ഓർഡർ. നമ്മൾക്ക് മനസ്സിലാക്കാൻ അറിയാത്ത, സയൻസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഡർ അല്ലേ? ആ ഓർഡറിലേക്ക്, ആ ഫ്രീക്വൻസിയിലേക്ക്, കോസ്മിക് ഫ്രീക്വൻസിയിലേക്ക്, വൈബ്രേഷൻസിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന ദേവത സർവേശ്വരി എന്ന വാഗ്ദേവതയാണ്. അഷ്ടവാഗ്ദേവതമാരിൽ 7ാമത്തെ ആൾ സർവേശ്വരി. ഓരോരോ വാഗ്ദേവതമാരെ പരിചയപ്പെട്ടിരിക്കുന്നു.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അമ്മയെ ശരണം. പത്മ.